കോൾ റെക്കോർഡിംഗ് വന്നിട്ടുണ്ട്, ആപ്പിൾ ഇൻ്റലിജൻസ് വന്നിട്ടുണ്ട്, AI ഇനേബിൾഡ് സിരി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചധികം പ്രൊഫഷണൽ ടൂൾസും നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ കിട്ടിയിട്ടുണ്ട്. iOS 18.1 ഡെവലപ്പർ ബീറ്റ ഒരു ദിവസം മുമ്പ് ആപ്പിൾ റിലീസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള കുറച്ചധികം ഫീച്ചേഴ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡെവലപ്പർ ബീറ്റ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് എന്ന് പറയുന്നത് 15 Pro അല്ലെങ്കിൽ 15 Pro Max, ഈ രണ്ട് ഡിവൈസിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. കാരണം നമുക്ക് ഓൾഡ് ഡിവൈസിലൊന്നും ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് വർക്ക് ആവത്തില്ല. അതായത് ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കത്തില്ല, ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എനിക്ക് ഈ ഒരു ബീറ്റ വേർഷൻ്റെ ഫയൽ സൈസ് വന്നിരിക്കുന്നത് 8.31 GB ആണ്. അതായത് ഞാൻ 18.1 ഡെവലപ്പർ ബീറ്റയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ടോട്ടൽ ഫയൽ സൈസ് വന്നിരിക്കുന്നത് 8.31 GB ആണ്. കാരണം ഞാൻ മുമ്പുള്ള 18.4 ബീറ്റ ചെയ്തില്ലായിരുന്നു. എനിക്ക് കാര്യമായ ഫീച്ചേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ബീറ്റ വേർഷൻ ഞാൻ ചെയ്തില്ലായിരുന്നു. അതുകൂടെ ചേർത്താണ് എനിക്ക് ഇത്രയും വലിയൊരു ഫയൽ സൈസ് വന്നിരിക്കുന്നത്. പിന്നീട് നോക്കിയാൽ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊരു വിഷ് ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് നമുക്ക് ആ ഒരു ഓർഡറിൽ ലഭിക്കത്തുള്ളൂ. അപ്പോൾ അത് തന്നെ നിങ്ങൾ ചെയ്ത് ഓർഡർ നിങ്ങൾ ആ ഒരു വിഷ് ലിസ്റ്റിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് കിട്ടത്തില്ല. പിന്നെ ഈ ഒരു ഫീച്ചേഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 15 Pro അല്ലെങ്കിൽ Pro Max ഡിവൈസ് വേണം. പിന്നെ നിങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ചൈനയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് അവിടെ വർക്ക് ആവത്തില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വർക്ക് ആവും, പക്ഷേ നിങ്ങളുടെ റീജിയൻ നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇട്ടിട്ട് നിങ്ങളുടെ ലാംഗ്വേജും ഇംഗ്ലീഷ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് വർക്ക് ആവത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ റീജിയൻ നിങ്ങൾ ജസ്റ്റ് US ആക്കിയിട്ട് മാത്രം ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ കോൾ റെക്കോർഡിംഗ് തന്നെ നോക്കാം. ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കോൾ റെക്കോർഡിംഗ് എങ്ങനെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഡയലർ കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ ജസ്റ്റ് ഒരു കോൾ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നുമില്ല എനേബിൾ ചെയ്യാനായിട്ട്. നോർമലായിട്ട് കോൾ ചെയ്താൽ ഇൻബിൽറ്റ് ഫീച്ചറാണ് നോർമലായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇവിടെ പെട്ടെന്ന് നോക്കിക്കാൻ നമുക്ക് ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല, പക്ഷേ മുകളിൽ ലെഫ്റ്റ് സൈഡ് നോക്കിക്കാൻ ചെറിയൊരു ഐക്കൺ കിട്ടുന്നതാണ്. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ദിസ് കോൾ വിൽ ബി റെക്കോർഡ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ദിസ് കോൾ വിൽ ബി റെക്കോർഡ്. ഇവിടെ കോൾ റെക്കോർഡിംഗ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുള്ള മുകളിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കാരണം നമുക്ക് നോട്ട്സ് ആപ്പിൽ നിന്നാണ് വരുന്നത്. കാരണം നമ്മുടെ ഈ ഒരു കോൾ റെക്കോർഡിംഗ് സേവ് ആവുന്നത് നോട്ട്സ് ആപ്പിലേക്കാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നമ്മുടെ വോയിസ് റെക്കോർഡ് ആപ്പിലേക്കായിരിക്കും ഇത് റെക്കോർഡ് ആവുന്നതെന്നുണ്ട്. പക്ഷേ നമുക്കിത് നോട്ട്സ് ആപ്പിലേക്കാണ് ഇത് സേവ് ആയിട്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റെക്കോർഡിങ്സ് എല്ലാം നമ്മുടെ നോട്ട്സ് ആപ്പിലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ നോട്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് മുകളിൽ തന്നെ കാണാൻ പറ്റും കോൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു പേരിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കോൾ റെക്കോർഡിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് റിവൈൻഡും ഫോർവേഡൊക്കെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ കോൾ റെക്കോർഡിംഗ് നോട്ട്സ് ആപ്പിലാണ് നമുക്ക് സേവ് ആവുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഐഫോൺസിൽ കോൾസ് റെക്കോർഡ് ചെയ്യുന്നത്. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിറിയിൽ വന്നിരിക്കുന്ന ഒരു AI ഫീച്ചറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പവർ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണ്ടാൽ നമുക്ക് AI ഫീച്ചർ നമുക്കിപ്പോൾ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് വേറെ ഒരു രീതിയിലും ഇത് ചെയ്യേണ്ട കാര്യമില്ല. അത്തരത്തിലുള്ള വീഡിയോസ് ഒന്നും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. കാരണം അത് ചെയ്യുന്നതോടെ നമുക്ക് ഒരു തേർഡ് പാർട്ടി ആക്സസ് നമ്മുടെ ഫോണിലേക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. നമുക്ക് ഒഫീഷ്യലായിട്ട് വരുമ്പോൾ മാത്രം നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുക. അവിടെ ആയിട്ട് എൻ്റെ സ്ക്രീൻ ചുറ്റിനും ഒരു കളറുടെ ലൈൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സിറിയുടെ പുതിയ ഇൻ്റലിജൻസ് ഫീച്ചറാണത്. അപ്പോൾ അതെങ്ങനെ എനേബിൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് സെറ്റിംഗ്സ് എടുക്കുന്നുണ്ട്. സെറ്റിംഗ്സ് എടുത്തിട്ട് നേരെ താഴേക്ക് വന്ന് ഇവിടെ വേണ്ട ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇവിടെ മുകളിൽ തന്നെ കാണാൻ പറ്റും ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഞാൻ കറണ്ട് ചെയ്ത് ഇനേബിൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇനേബിൾ ചെയ്യാത്തവർ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ജോയിൻ ബട്ടൺ ആയിരിക്കും കാണുക. അപ്പോൾ അതിൻ്റെ ജോയിൻ്റ് വെയിറ്റ് ലിസ്റ്റ് എന്ന് കാണിക്കുന്നത്. ഞാൻ അത് ജോയിൻ കൊടുത്തതിന് ശേഷമുള്ള സ്ക്രീനാണ് ഇവിടെ കാണിക്കുന്നത്. അത് താഴെ നോക്കി കഴിഞ്ഞാൽ സപ്പോർട്ട് ഫോർ പ്രോസസ്സിംഗ് ആപ്പിൾ ഇൻ്റലിജൻസ് മോഡൽസ് ഓൺ ഡിവൈസ് ഡൗൺലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കുറച്ച് ഫയൽസ് ഡൗൺലോഡ് ആവുകയാണ്. ഈ ഒരു വിഷ് ലിസ്റ്റിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഈ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസ് ഇവിടെ ഇനേബിൾഡ് ആണ്. നമുക്കിവിടെ കണ്ടിട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇംഗ്ലീഷാണ് നമുക്കിവിടെ ആക്റ്റീവ് നിൽക്കുന്നത്. നിങ്ങളുടെ റീജിയനും കൂടെ നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ഇട്ടിട്ട് വേണം നിങ്ങൾ ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ കറൻറ്റ്ലി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ സിറിയുടെ അവിടെ തന്നെ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഓപ്ഷൻസൊന്നും നമുക്കിതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് യൂസ് ചെയ്തപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ച് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്തരത്തിലുള്ള കുറച്ച് ഫീച്ചേഴ്സ് മനസ്സിലായത്. കൂടുതൽ ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോ ഉടനെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മുടെ സിറി ഇനേബിൾ ചെയ്താൽ നമുക്കിവിടെ വേണ്ട നമുക്ക് സ്ക്രീനിന് ചുറ്റിനും ഒരു കളേർഡ് ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് സിറി ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. സിറിയുടെ അടുത്ത് നമുക്ക് ബാക്ക് ടു ബാക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് നമുക്കിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു അപ്ഡേറ്റ് അതിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് വന്നിരിക്കുന്ന പുതിയൊരു ഫീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട് നോട്ട്സ് ആപ്പിൽ. ദിസ് വീഡിയോസ് അബൌട്ട് ആപ്പിൾ AI ആൻഡ് ദിസ് ഫീച്ചേഴ്സ് എന്നാണ് ഞാൻ അവിടെ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ അതിനായിട്ട് ജസ്റ്റ് ഈ ഒരു മിസ്റ്റേക്ക് എങ്ങനെ നമുക്ക് AI വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ഓൾ സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു AIയുടെ ബട്ടൺ കാണുന്നുണ്ട്. അപ്പോൾ ടാപ്പ് ചെയ്യുന്നത് നമുക്കിവിടെ താഴെ കുറച്ചധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അവിടെ കുറച്ചധികം ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. റൈറ്റിംഗ് ടൂൾസ് എന്നും പറഞ്ഞ് പ്രൂഫ് റീഡർ ഉണ്ട്, റീറൈറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് താഴെ കുറച്ചധികം ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചുകൂടെ പ്രൊഫഷണൽ രീതിയിൽ എഴുതാൻ പറ്റും, ഫ്രണ്ട്ലി രീതിയിൽ എഴുതാൻ പറ്റും. അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് റീറൈറ്റ് കൊടുക്കുന്നതിന് നമുക്കിവിടെ മുകളിൽ അത് AI തന്നെ ഒരു റീറൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് റീട്രൈ കൊടുത്ത് നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ കുറച്ച് പ്രൊഫഷണൽ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനകത്ത് പ്രൊഫഷണലുണ്ട്, ഫ്രണ്ട്ലി ഉണ്ട്. പ്രൊഫഷണൽ രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്കിവിടെ കണ്ട് നമ്മുടെ ഏത് റീറൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന രീതിയിൽ തന്നെ പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഇത് റീറൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് AI യൂസ് ചെയ്ത് റീറൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഒത്തിരിയധികം ഇത്തരത്തിൽ ഫംഗ്ഷൻസ് തരുന്ന കുറേ ആപ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് പ്രശ്നമായിരിക്കും ഇത്തരത്തിലുള്ള AI ഫീച്ചേഴ്സൊക്കെ നമുക്കിപ്പം ഇൻബിൽറ്റ് ആയിട്ട് ഫോൺസിൽ വരുമ്പോൾ. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്ക് ആപ്പിൾ ഇത്തരത്തിൽ AI ഫീച്ചേഴ്സ് ഇപ്പോഴാണ് കൊണ്ടുവന്നത്. പക്ഷേ സാംസങ്ങിൻ്റെ AI ഉടനെ തന്നെ അടുത്ത വർഷത്തിൽ അതൊരു പെയ്ഡ് വെർഷൻ ആവും എന്നൊക്കെ നമുക്കൊരു റൂമർ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലാണെങ്കിൽ ചിലപ്പോൾ ആപ്പിളും ആ ഒരു പാത പിന്തുടർന്ന് ഈ ഒരു AI ഫീച്ചേഴ്സ് ചിലപ്പോൾ ഒരു പെയ്ഡ് വെർഷൻ ആക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് ഫ്യൂച്ചറിൽ തോന്നുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു AI ഫീച്ചേഴ്സിൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെ കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ വീഡിയോ പരിപാടിയിലേക്കോ പല കൂടുതൽ ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. അടുത്ത കാണുന്നതായിരിക്കും. See you.